ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിൻ അഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണം അപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ, അപ്പാ 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 അപ്പാ, ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിൻ അഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ, അപ്പാ 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 അപ്പാ, ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് അറിയിക്കും. നാം കാണുന്ന ലോകവും കാണാത്ത ഒരു ലോകമുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു ലോകമുണ്ട്, അദൃശ്യ ലോകം. ഈ അദൃശ്യ ലോകത്തിൽ നിന്ന് അദൃശ്യ ലോകം, അദൃശ്യ ലോകത്തിൽ നാം കാണാത്ത തലത്തിലെ ദൈവം നമ്മളോട്. ആ അദൃശ്യ ലോകത്തിൽ നിന്നാണ് നാം കാണുന്ന ഈ ദൃശ്യ ലോകവും ആക്കപ്പെട്ടത്. സങ്കീർത്തനങ്ങൾ 91 അവിടെ പറയാണ്, നിന്റെ എല്ലാ 91:11 നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഒരു ദൈവ പൈതലിന് അദൃശ്യ ലോകത്തിൽ നിന്ന് ദൂതന്മാർ അവർക്ക് സേവക ആത്മാക്കളായി നിൽക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം നാം പഠിക്കുമ്പോൾ അതിന് 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോലും അരുളി ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് പറയണം, അവരൊക്കെയും, ആരാണ്? ദൂതന്മാർ. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ? ആരാണ്? ദൂതന്മാർ. ദൂതന്മാർ സേവക ആത്മാക്കളാണ്. ആരുടെ സേവക ആത്മാക്കളാണ്? രക്ഷിക്കപ്പെടുന്നവരെ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു ദൈവ പൈതലിൻ്റെ സേവകയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആത്മാക്കളാണ് ദൂതന്മാർ. സേവക ആത്മാക്കൾ. ആത്മാക്കളെ നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് ഈ ദൂതന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ നമുക്ക് രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും സേവക ആത്മാക്കളായി ദൂതന്മാരുണ്ട് എന്ന് വിശുദ്ധ വേദോസ്തവം നമ്മോട് പറയുന്നു. ഇവിടെ അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന്. അപ്പം ദൂതൻ്റെ ഒരു ജോലി അതാണ്, നമ്മളെ സൂക്ഷിക്കുക. അപ്പം നമ്മൾ ആപത്ത് കൂടാതെ സൂക്ഷിക്കുന്നതിന് ദൈവം യേശുവിനെ രക്ഷകനും കർത്താവും അംഗീകരിച്ച ദൈവപൈതലിന് സേവകാത്മാക്കളായി വിട്ടിരിക്കുമ്പോൾ അവരുടെ സേവ ചെയ്യുമ്പോൾ ഒരു പ്രധാന ജോലിയാണ് എന്നെയും നിങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ പറയുകയാണ്, എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്, നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ ഇരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവം പറയുകയാണ്, ദൈവവചനം പറയുകയാണ്, സേവക ആത്മാക്കൾ അവർക്ക് വേണ്ടിയുണ്ട്. എന്താണ് അവരുടെ ജോലി?
നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ സൂക്ഷിക്കേണ്ടതിന്, അത് പറയണം, അവൻ ദൂതന്മാരുടെ കൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ കാൽ കല്ലിൽ പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൂതന്മാർ കരങ്ങളിൽ നമ്മളെ സൂക്ഷിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ പറയാണ്, നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും അറിയിച്ചതുണ്ട്. അപ്പം പിശാച് പരീക്ഷയുമായിട്ട് വന്നപ്പം യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇവിടെ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പിശാചിനോട് യേശു കർത്താവ് പറയാണ്. ദൂതൻ പറഞ്ഞ എന്താണ്? ഇവിടെ പിശാച് പറഞ്ഞ എന്താണ്? യേശു കർത്താവിനോട് നിന്നെ കാപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്, കാൽ തല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ യേശു കർത്താവിന് മാത്രമല്ല, ദൂതന്മാർ രക്ഷിക്കപ്പെടുന്ന മുഴുവൻ പേർക്കും സേവകാത്മാക്കളായി ദൂതന്മാരുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, പിശാച് ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തി. പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തി അവനോട് യേശു കർത്താവിനുണ്ടോ പരീക്ഷ അവിടെ പറയാം, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ നീ താഴോട്ട് ചാടാൻ പറഞ്ഞു. എന്നിട്ട് പിശാച് പറയാണ്, പിശാചിന് വചനമൊക്കെ അറിയാം, പിശാച് ക്ലിയറായിട്ട് പറയാണ്, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എന്താണ് കൽപ്പിക്കുന്നത്? അവൻ നിന്നെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നല്ലോ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം സേവക ആത്മാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ എബ്രായർ എഴുതിയ ലേഖനത്തിൽ വായിച്ചത്. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവ ആത്മാക്കളല്ലയോ. ആത്മാക്കളാണ്, അപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല. സേവ ചെയ്യാനുള്ള ആത്മാക്കളാണ്. ആ സേവ എന്താണ്? നാം പോകുന്ന വഴികളെല്ലാം, അതാ വായിച്ചത്, ഒരനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിലെടുക്കത്തില്ല, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, നിൻ്റെ മുഴുവൻ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പം കാല് തട്ടിപ്പോകാതെയും നമ്മുടെ എല്ലാ വഴികളും നമ്മളെ സൂക്ഷിക്കുകയും ചെയ്യത്തക്കോണം പിതാവാം ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സേവ ആത്മാക്കളെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ ദൈവമക്കളാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് സേവക ആത്മാക്കളുണ്ട്. ദൂതന്മാർ സേവക ആത്മാക്കളായിരിക്കുകയാണ്. അവർ നിങ്ങളെ സൂക്ഷിക്കും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ദൃശ്യമായ ലോകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അദൃശ്യ ലോകത്തിൽ ഞങ്ങൾക്ക് ചുറ്റും കർത്താവ് സേവകാത്മാക്കളെ രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം ദൂതന്മാർ ഞങ്ങളെ കരങ്ങളിൽ നിന്ന് വഹിക്കത്തക്കോണം ഞങ്ങളെ ഇത്ര ശ്രേഷ്ഠ പദവിയിൽ അപ്പം ഞങ്ങളെ കാണുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇന്ന് യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമീൻ. ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിനഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയേണമപ്പാ, കൃപകളാൽ നിറയേണമപ്പാ. ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിനഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയേണമപ്പാ, കൃപകളാൽ നിറയേണമപ്പാ,
അപ്പാ 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 ദർശനങ്ങൾ വേണം അപ്പാ.